ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കായ് ചിപ്സിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലി കളയാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പഴത്തിൻ്റെയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ പഴം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. പഴത്തിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ കളയുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ലൈസർ ഉപയോഗിച്ച് ഞാൻ ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് നേരെ ഡയറക്റ്റ് എണ്ണയിലേക്കും സ്ലൈസ് ചെയ്തിടാവുന്നതാണ്. കണ്ടില്ല, നേരിതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ നേരിൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി കിട്ടും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയത്ത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കായ് ചിപ്സിന് കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കായ് ചിപ്സ് ഇപ്പോൾ റെഡിയായി. നല്ല ടേസ്റ്റാണ്. കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.